ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ 2 ഉള്ളി എടുത്ത് ഞാൻ ഇതിലിട്ട് ചോപ്പ് ചെയ്തതാട്ടോ. ചോപ്പ് ചെയ്യണ പാത്രം അത് ഇങ്ങനെ കുത്തി ഇതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കിടന്നിട്ട് നല്ലോണം നെയ്യട്ടോ. നേരെ ഒന്നത് നെരിഞ്ഞിട്ടിട്ട് ഒന്ന് വെക്കാൻ പോണേ. കൂണാണ് കേട്ടോ അത്. ഇതാ കൂണാണ്, എന്താ കൂണ് വാങ്ങിയതായിരുന്നു. ഇതാണ് അതിൻ്റെ കവർ ഇട്ടതാ. കവറാണത്, ഇതിൽ വാങ്ങിയതാണ്. അതിന് നമ്മളാദ്യം ഉള്ളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം നമുക്ക് ബാങ്കിൽ കേട്ടാ രസം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിനിവിടെ ഇങ്ങനെ വിളിച്ചാൽ. ഒന്നും ഉമ്മനെ വിളിക്കുന്നതിന് വിളിക്കാൻ കഴിയില്ല. ഞാനിതിൽ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒന്ന് ഉമ്മനെ വിളിച്ചാട്ടെ. ഉമ്മ ഇങ്ങനെ ഇതിൽ കുറച്ചാൽ എങ്ങനെയാണ് എനിക്ക് ഓരോ പണി ഉണ്ടാകുമ്പോൾ ഭ്രാന്ത് എന്നിട്ടത് നല്ലോണം ഒന്ന് ഉള്ളി ഒന്ന് മൂക്കട്ടെ മക്കളെ. ചെറുങ്ങനെ ഒന്ന് മൂക്കട്ടെ. ഇറച്ചി കൂനും കൂടെ കേട്ടോ വെക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് വെക്കുക. ഇതാ മുളക് വെച്ചിട്ട് ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചി ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇറച്ചിയുള്ളൂ കേട്ടോ, തോന്നൊന്നുമില്ല. ഒരു 3-4 കഷ്ണമുള്ളൂ. അത് ഇതിലിട്ട് വെച്ചതാണ്. നല്ലോണം കിടന്ന് വേവട്ടെ. അതിലേക്ക് ഒരു പച്ചമുളക് കേട്ടോ, ഒറ്റ ഇട്ടിട്ടുള്ളൂ. അധികം എരിവ് പറ്റില്ല. ഇവിടെ എരിവില്ലാതെ പച്ചമുളക് ആഴ്ച ഓക്കെ. എരിവുള്ളതാകുമ്പോൾ ഒന്ന് ഇട്ടിട്ടുള്ളേ. ഇറച്ചി ഒന്ന് നല്ലോണം ഇതിൽ കിടന്ന് വേവട്ടെ. വെന്തതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് മുറിച്ച് കൊണ്ടുവരട്ടെ. 2 തക്കാളി തട്ട, 3 തക്കാളിയെ ചോപ്പ് ചെയ്തെടുത്താണ്ട് ഇതിൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. കൂടെ വേവട്ടെ. തക്കാളിയൊക്കെ വെന്തുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കൂടെ ഒന്ന് അടച്ച് ശരിയാക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ലേശം മല്ലിപ്പൊടി ഇടണം. 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് ആയിക്കോട്ടെ കേട്ടോ മല്ലിപ്പൊടി. സാധാ അത്രയൊക്കെ ഉള്ളൂ. അതാണ് ലേശം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണ് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുളകും പൊടി. പിന്നെ നല്ല ജഞ്ചീരകം ഒരു 1/4 സ്പൂൺ എടുത്ത്, പിന്നെ കറുവപ്പട്ട നമ്മളെ ബിരിയാണി കൂട്ട് അല്ല എന്താണ് ഗരം മസാലൻ്റെ പൊടി പൊടിച്ച് വെച്ചാണ്. ഇതൊരു 1/4 സ്പൂണ്. കൂടുതലിടാൻ പറ്റില്ല. കൂടുതലിട്ടാൽ ഒരു ജാതി ചൊവ്വായിരിക്കും. നമുക്ക് രസം ഇട്ട് ഉപ്പും കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കിടന്ന് വേവട്ടെ. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അതിൽ കുറച്ച് ഉപ്പ് ഇടണം. കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഇതാ നമ്മൾ കഴുകി വെച്ച ഈ മഷ്റൂമോ എന്താ പറയുക, കൂനെന്നറിയും ഞാൻ. അതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. ഇത്തിരി കൂടെ വെള്ളം ഇട്ടിക്കണം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നല്ലോണം അസലായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് കരിവേപ്പിനും കൂടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നല്ലോണം ഒന്ന് തിളക്കട്ടെ. കുറച്ച് പുളി കുറവുണ്ട് കേട്ടോ. ഇവിടുത്തെ തക്കാളിക്കൊക്കെ പുളി കുറവാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? ലേശം സുർക്ക കേട്ടോ. കുറച്ച് സുർക്ക ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് സുർക്ക ഒഴിച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ചെറിയൊരു പുളി ഉണ്ടാവും. പുളി വെച്ചാൽ പുളി കേട്ടോ, നല്ല പാകത്തിനുള്ള പുളിയാണ്. അത്ര ഒഴിച്ചിട്ടുള്ളൂ. ഒന്നും കൂടെ തിളാക്കട്ടെ. എന്നിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണേ. ഇതാ മക്കളെ, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതാ മല്ലി ഇതാട്ടോ, മല്ലിയില ഓനെടുത്തിട്ടുണ്ട്. ഉണ്ടാ ഇത് നമ്മൾ ഇതിലിട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിക്കോ ചോറ്റിനോ പുട്ടിനോ ചപ്പാത്തിക്കോ എന്തിനും കഴിക്കരുത് കേട്ടോ. അപ്പോൾ മറക്കണ്ട, എന്നും പറയുമ്പോൾ തന്നെ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.